ഇതുവരെ നമ്മൾ ക്ലാസ്സിനെ പറ്റി പഠിച്ചു, ഒബ്ജക്റ്റിനെ പറ്റി പഠിച്ചു, അതേപോലെ കൺസ്ട്രക്ടർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഈ പഠിച്ച സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ചെറിയ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇതപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ക്ലാസ് വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ കോംപ്ലക്സ് എന്നും പറഞ്ഞിട്ടൊരു ക്ലാസ് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ കോംപ്ലക്സ് എന്നും പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഞാൻ ആസ് എ സ്പെസിഫയർ പബ്ലിക് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് ഒരു ആസ് എ സ്പെസിഫയർ കൊടുത്തു. എന്നിട്ട് 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ 2 വേരിയബിളിൽ ഒരു വേരിയബിൾ റിയൽ നമ്പറും വേറെ വേരിയബിൾ ഇമാജിനറി നമ്പറുമാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഒരു 2 ഇൻറ്റീജർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് ഇൻറ്റ് റിയലും IMG എന്നും പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ് ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിയൽ നമ്പറും ഇമാജിനറി നമ്പറും 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അതിന് ഞാനപ്പോൾ ഇവിടെ കോംപ്ലക്സ് എന്നും പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഓപ്പൺ ക്ലോസ് ചെയ്തു. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയതുകൊണ്ട് നമ്മൾ പാരാമീറ്റേഴ്സ് ഒന്നും തന്നെ ഇവിടെ പാസ് ചെയ്യണില്ല. അങ്ങനെ ആ ഒരു കൺസ്ട്രക്ടറിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ കുറച്ച് അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ് ചെയ്യാണ്. അതായത് റിയൽ ഈക്വൽ ടു 0 എന്നും പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. അതേപോലെ IMG എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 0 ഇട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ഇവിടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഇമാജിനറിയും റിയൽ നമ്പേഴ്സും നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഡൈനാമിക് ആയിട്ടാണ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഈ റിയൽ നമ്പറും ഇമാജിനറി നമ്പറും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇൻറ്റ് ആറും കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് ഐയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 ആർഗ്യുമെൻറ്റ്സ് ഈ ഒരു കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യാനുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്ത്. ഇതിൻ്റെ ബോഡിക്കകത്ത് ഞാൻ റിയൽ എന്ന് പറയുന്ന വേരിയബിളിന് 6ൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇമാജിനറി വേരിയബിൾ അതായത് IMG വേരിയബിളിന് ഐയുടെ വാല്യൂ അസൈൻ ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 2 കൺസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രിൻറ്റിൻ്റെ ഫംഗ്ഷൻ എഴുതണം. ഈ പ്രിൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റ് പ്രിൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിനപ്പം ഞാനൊരു വോയിഡായിട്ട് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. വോയിഡ് പ്രിൻ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മളൊരു COUTും ചെയ്യാണ്. COUT റിയൽ കൊടുത്തിട്ടുണ്ട്. റിയൽ കഴിഞ്ഞിട്ട് ഞാനൊരു പ്ലസ് ഓപ്പറേറ്റർ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് IMG കൊടുത്തിട്ടുണ്ട്. IMG കഴിഞ്ഞിട്ട് I പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു എൻഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലൈനിലായിട്ടായിരിക്കും അത് പ്രിൻ്റ് ആവുക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 2 ഡാറ്റ മെമ്പേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മെമ്പർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എഴുതാം. അപ്പം മെയിനിൻ്റെ അകത്ത് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനാദ്യമായിട്ട് ഞാൻ COUT ചെയ്യാണ്. COUT എൻ്റർ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ എന്നും പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൽ ഞാൻ സീൻ കൊടുക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു COUTും കൂടെ കൊടുക്കാം. അതായത് എന്താണ് എൻ്റർ റിയൽ നമ്പർ എന്നും പറഞ്ഞിട്ട് ഒരു COUട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സീനിൽ നമ്മൾ ഒരു റിയൽ നമ്പർ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു വേരിയബിൾ ഇവിടെ ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 4 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുക. കാരണം നമുക്ക് 2
കോംപ്ലക്സ് നമ്പേഴ്സാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു കോംപ്ലക്സ് നമ്പറിൽ 2 നമ്പേഴ്സ് ഉണ്ട്, റിയൽ നമ്പറും പിന്നെ അതേപോലെ ഇമാജിനറി നമ്പറും. അപ്പോൾ 2 കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ 4 നമ്പേഴ്സ് നമ്മൾ യൂസറിനെ കൊണ്ട് ഇൻപുട്ട് ചെയ്യിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ നമ്പർ അക്സെപ്റ്റ് ചെയ്യാൻ R1 എന്നും പറഞ്ഞിട്ടൊരു വേരിയബിളും സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ നമ്പർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് R2 എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ I1 എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിൻ്റെയും ഇതേപോലെ റീഡ് ചെയ്യാനായിട്ട് I2 എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ വേരിയബിൾസ് നമ്മൾ ആ ഒരു മെയിൻ ഫംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി സീൻ്റെ ബാക്കി എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ ആ ഒരു R1 ആണ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റിയൽ നമ്പറാണ് അക്സെപ്റ്റ് ചെയ്യണേ. അതുകൊണ്ട് സീൻ R1 ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി നമ്പർ റീഡ് ചെയ്യിപ്പിക്കാം. അതിന് ഞാൻ ഈ 2 ലൈൻ, അതായത് നേരത്തെ സി ഔട്ടും സീനും ഒന്നുകൂടെയും കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് IMG എന്നും പറഞ്ഞിട്ട് കൊടുത്തു, എൻ്റർ IMG നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് CNൽ R1 എന്നുള്ളത് മാറ്റിയിട്ട് I1 എന്നാക്കി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് കോംപ്ലക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ C1 എന്നും പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പാരാമെട്രൈസ്ഡ് കൺസ്ട്രക്ടറാണ് കോൾ ചെയ്യണേ. അതുകൊണ്ട് C1 ഈക്വൽ ടു കോംപ്ലക്സ് എന്നും പറഞ്ഞിട്ട് ആ കൺസ്ട്രക്ടർ കോൾ ചെയ്തു. ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് പാസ് ചെയ്യണ വാല്യൂ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. ഇവിടെ ഇൻറ്റ് R ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റ് R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ് ഉദ്ദേശിച്ചാണ്. ഞാനിവിടെ R1 എന്നും പറഞ്ഞിട്ട് എൻ്റർ ചെയ്തു. സെക്കൻഡ് നമ്മളുടെ ഇമാജിനറി നമ്പറാണ്. അതിനപ്പം ഞാൻ I1 എന്നും പറഞ്ഞിട്ട് എൻ്റർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ ക്രിയേറ്റ് ചെയ്യണം. അത് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് നമ്മളുടെ ഈ സ്റ്റാർട്ടിങ് തൊട്ടുള്ള കോഡൊന്ന് കോപ്പി ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 29th നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സി ഔട്ട് തൊട്ടിട്ട് ഈ കോംപ്ലക്സ് നമ്പർ ക്രിയേറ്റ് ചെയ്ത് അത്രയും കോപ്പി ചെയ്യുക. എന്നിട്ട് ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു ജസ്റ്റ് 2 എൻ്റർ പ്രസ് ചെയ്ത് ഒരു വൈറ്റ് സ്പേസ് വിട്ടിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ നിന്നിട്ട് ഈ ഫസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ സെക്കൻഡ് എന്നാക്കുകയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാം. ഞാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് നമ്പർ എന്നാക്കി. ഈ R1 മാറ്റിയിട്ട് നമ്മൾ R2 ആക്കുകയാണ്. കാരണം ഇത് സെക്കൻഡ് കോംപ്ലക്സ് നമ്പറാണ് ഇൻപുട്ട് ചെയ്യിപ്പിക്കണത്. അപ്പോൾ R1 മാറ്റി R2 ആക്കി. അതേപോലെ I1 മാറ്റി I2 ആക്കി. ഇതേപോലെ തന്നെ കോംപ്ലക്സിൻ്റെ പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ C1 ആണ് കിടക്കണേ. അത് മാറ്റിയിട്ട് C2 ആക്കി. എന്നിട്ട് നമ്മുടെ കൺസ്ട്രക്ടറിൽ പാസ് ചെയ്യേണ്ടത് R1ഉം I1ഉം ആണ് ഇപ്പോൾ കിടക്കുന്നത്. അത് മാറ്റിയിട്ട് R2 I2 എന്നാക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 2 കോംപ്ലക്സ് നമ്പേഴ്സും ഇൻപുട്ട് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് ചെയ്ത കോംപ്ലക്സ് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് പ്രിൻ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് C1 എന്നും പറഞ്ഞിട്ട് ഉള്ള ഒബ്ജക്റ്റിൻ്റെ പ്രിൻ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് C2ൻ്റെയും കോൾ ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്ത കോംപ്ലക്സ് നമ്പേഴ്സ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു കോഡ് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ ഇവിടെ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. റിയൽ നമ്പറാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഫസ്റ്റത്തെ റിയൽ നമ്പർ ഞാൻ 10 കൊടുത്തു. ഇമാജിനറി നമ്പർ 5 ഞാൻ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അവർ ചോദിക്കുന്നത് സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ ഇൻപുട്ട് ചെയ്യാനാണ്. സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 3 ഇൻപുട്ട് ചെയ്തു. ഇമാജിനറി നമ്പർ 5ഉം ഇൻപുട്ട് ചെയ്തു. എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ കോംപ്ലക്സ് നമ്പർ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമുക്ക് അഡീഷൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷൻ ഞാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഒബ്ജക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു, C3 എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ആ C3യിൽ നമുക്ക് ഈ ആഡ് ചെയ്ത് വരുന്ന കോംപ്ലക്സ് നമ്പർ സ്റ്റോർ ചെയ്യണം. അതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം. അതിന് വേറൊന്നുമില്ല, നമുക്ക് ഇവിടെ ഇപ്പോൾ C3 എന്നും പറഞ്ഞിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ക്രിയേറ്റ് ചെയ്യാം.
ഇവിടെ കോംപ്ലക്സ് C3 എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് മെയിൻ ഫംഗ്ഷനിൽ എഴുത്ത് നിർത്താം. ഇനിയുള്ളത് ക്ലാസ്സിൻ്റെ അകത്ത് റിമൈനിങ് പാർട്ട് നമുക്ക് എഴുതണം, എന്നിട്ട് വേണം ബാക്കി മെയിൻ തീർക്കാൻ. ഇനി നമുക്ക് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള മെമ്പർ ഫംഗ്ഷനാണ് എഴുതേണ്ടത്. ഇതപ്പോൾ കോംപ്ലക്സ് ക്ലാസ്സിൻ്റെ അകത്താണ് നമുക്ക് എഴുതേണ്ടത്. അതിനായിട്ട് ഞാൻ കോംപ്ലക്സ് ക്ലാസ്സിൻ്റെ അകത്ത് പോയിട്ട് നമ്മളുടെ വോയിഡ് പ്രിൻ്റ് കഴിഞ്ഞിട്ട് ഒരു എൻ്റർ പ്രസ് ചെയ്ത് പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഒരു ആഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആഡ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് കോംപ്ലക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അതേപോലെ ആഡിൻ്റെ ആ ഒരു ഫംഗ്ഷന് ഒരു പാരാമീറ്റർ ഉണ്ട്. ആ ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് പാസ് ചെയ്യിപ്പിക്കണം. നമുക്ക് ആഡ് ചെയ്യേണ്ട കോംപ്ലക്സ് നമ്പേഴ്സ് എന്തൊക്കെയാണോ അത് നമ്മൾ പാസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എഴുതാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. അതായത് കോംപ്ലക്സ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ കോംപ്ലക്സ് ടൈപ്പ് ചെയ്തിട്ട് ആഡ് എന്നും പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തു. ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ C1 മെയിൻ ഫംഗ്ഷനിലുള്ള C1 C2 ആണ് നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് കോംപ്ലക്സ് ഐറ്റം ആയതുകൊണ്ട് കോംപ്ലക്സ് C1 കോംപ്ലക്സ് C2 എന്നും പറഞ്ഞിട്ട് പാരാമീറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് കയറി. ഈ ഫംഗ്ഷൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കോംപ്ലക്സ് C3 എന്നും പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഈ ഫംഗ്ഷൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത്. ഇനി അടുത്ത ലൈൻ പോയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സ് തമ്മിൽ ഫസ്റ്റ് ആഡ് ചെയ്യണം. അതിനപ്പോൾ ഈ റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് C3യുടെ റിയൽ നമ്പറായിട്ട് അത് സ്റ്റോർ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ C3 കോൾ ചെയ്തു. C3 ഒബ്ജക്റ്റിൽ റിയലിൻ്റെ ആ ഒരു ഡാറ്റ മെമ്പർ ആക്സസ് ചെയ്തു. ഈ ഡാറ്റ മെമ്പർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക്കിൻ്റെ സ്കോപ്പിലാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് C3.real എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വെച്ചിട്ട് C1.real പ്ലസ് C2.real എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ റിയൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് ഇനി അതേപോലെ തന്നെ ഇമാജിനറി നമ്പേഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്യണം. ഇമാജിനറി നമ്പേഴ്സ് ആഡ് ചെയ്യാൻ സിമ്പിളാണ്. C3.img ഈക്വൽ ടു C1.img പ്ലസ് C2.img. ഇത്രയും ചെയ്താൽ നമ്മളുടെ ആ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത്. കാരണം റിയൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് C3യിലേക്ക് കൊടുത്തു. ഇമാജിനറി നമ്പേഴ്സ് C1ൻ്റെയും C2ൻ്റെയും ആഡ് ചെയ്ത് അത് C3യുടെ ഇമാജിനറിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ C3 ആഡ് ചെയ്ത ആ ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യണം. അതിന് ഞാൻ ടൈപ്പ് ചെയ്യേണ്ടത് റിട്ടേൺ C3 എന്നും പറഞ്ഞിട്ടാണ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കോംപ്ലക്സ് നമ്പർ അഡീഷൻ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് പോവാം. മെയിൻ ഫംഗ്ഷനിൽ എന്നിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി C3 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ നമ്മൾ ഒരു കാര്യം കൂടെ ടൈപ്പ് ചെയ്യണം. C3 ഈക്വൽ ടു C3.add എന്നും പറഞ്ഞിട്ട് നമ്മളൊരു മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഈ മെമ്പർ ഫംഗ്ഷനിലേക്ക് നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 കോംപ്ലക്സ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ C1ഉം C2ഉം നമ്മൾ പാസ് ചെയ്തു. ഇത് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആഡ് ഫംഗ്ഷൻ കോളാവും. ആഡ് ഫംഗ്ഷൻ്റെ അകത്ത് റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും ഒരു C3 എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ ഒരു കോംപ്ലക്സ് നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് വരുന്ന കോംപ്ലക്സ് നമ്പർ സ്റ്റോർ ചെയ്തിട്ട് എന്നിട്ട് ആ റിസൾട്ട് നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യും. അങ്ങനെ C3 എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന ഒബ്ജക്റ്റായിട്ട് മാറും. എന്നിട്ട് നമുക്കിനി ഈ റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ ജസ്റ്റ് cout
റിസൾട്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു സി ഔട്ട് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് C3 ഡോട്ട് പ്രിൻ്റ് കോൾ ചെയ്യാണ്. അപ്പോൾ C3 ഡോട്ട് പ്രിൻ്റ് കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും, അതായത് ആഡ് ചെയ്തിട്ടുള്ള കോംപ്ലക്സ് നമ്പർ ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണ് ചെയ്യണേക്ക് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കുറച്ച് ഫോർമാറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എൻ്റർ സെക്കൻഡ് നമ്പർ കോംപ്ലക്സ് നമ്പർ കോളം കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒരു ലൈനിൽ തന്നെ പ്രിൻ്റ് ആയി വന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു എൻഡൽ ഇട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കോംപ്ലക്സ് നമ്പർ എൻ്റർ ചെയ്യണോടത്ത് ഒരു എൻഡൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യണം, അവിടെ ഒരു എൻഡൽ വെച്ചിട്ടുണ്ട്. ഇനി റൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിൽ റിയൽ നമ്പർ ഞാൻ 10 ആയിട്ട് കൊടുത്തു, ഇമാജിനറി നമ്പർ 5 ആയിട്ട് കൊടുത്തു. സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിൽ ഞാൻ റിയൽ നമ്പർ 2 ആയിട്ട് കൊടുത്തു, ഇമാജിനറി നമ്പർ നമുക്കൊരു 15 കൊടുത്തു നോക്കാം. രണ്ട് നമ്പേഴ്സും നമ്മൾ ആഡ് ചെയ്ത് റിസൾട്ട് വന്നത് 12 + 20 ആയി. അത് നിങ്ങളിവിടെ ക്രോസ് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത്. ഇത് ഒറ്റയടിക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, 1, 2, 3 പ്രാവശ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് പ്രൊസീഡ് ചെയ്യേണ്ടത് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന കോൺസെപ്റ്റാണ്. അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ പ്ലസ് ഓപ്പറേറ്ററിൽ ഇപ്പോൾ C++ൽ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. 2 ഇൻറ്റീജർ നമ്പർ, അതായത് ഇപ്പോൾ 1 + 1, ഇത് CPP അക്സെപ്റ്റ് ചെയ്യും, കാരണം 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് റിട്ടേൺ ചെയ്യും. അതേസമയം ഇപ്പം നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പർ ഇപ്പോൾ എന്താ പറയുക C3 = C1 + C2 എന്ന് കൊടുത്താൽ നമുക്ക് കമ്പൈലേഷൻ എറർ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ഓപ്പറേറ്റർ അപ്പോൾ നമ്പേഴ്സ്, അതായത് ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ അഡീഷൻ ചെയ്യുള്ളൂ. ഒബ്ജക്ട്സ് നമ്മൾ അഡീഷൻ ചെയ്യാൻ CPP ബൈ ഡിഫോൾട്ട് കോൺഫിഗർ ചെയ്തിട്ടില്ല കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ ക്ലാസ്സസ് വെച്ചിട്ട് ഈ ഓപ്പറേറ്റർ ഓവർലോഡിങ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഓപ്പറേറ്ററിൽ വരുന്നതെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നമുക്ക് അത് മാറ്റി എഴുതാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയോളജി വരുന്നത്.